കൊടുങ്ങല്ലൂർ മുതൽ തമിഴ്നാട്ടിലെ ധനുഷ്കോടി വരെ എത്തുന്ന NH 87 ആറുവരിപ്പാതയുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. ഈ അവസരത്തിൽ ഏറെ പ്രതീക്ഷയിലാണ് പാത കടന്നുപോകുന്ന കോട്ടപ്പടി പഞ്ചായത്തിലെ കർഷക ജനത. വന്യമൃഗശല്യം വലിയ തോതിൽ കുറയ്ക്കാൻ ഇതിലൂടെ സാധ്യമാകുമെന്നാണ് നാട്ടുകാരുടെ പ്രതീക്ഷ. കൊടുങ്ങല്ലൂർ മുതൽ ധനുഷ്കോടി വരെ നീളുന്ന NH 87 നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ഹൈവേയുടെ ആരംഭം മുതൽ അവസാനം വരെയുള്ള പ്രദേശങ്ങളുടെ വിശദാംശങ്ങൾ പുറത്തുവന്നിട്ടുണ്ട്. അങ്കമാലി, മലയാറ്റൂർ, പുന്നേക്കാട്, നേരിമംഗലം എന്നിവിടങ്ങളിലൂടെയാണ് പാത കടന്നുപോകുന്നത്. ഈ സാഹചര്യത്തിൽ ഏറെ പ്രതീക്ഷ മലയാറ്റൂർ മുതൽ പുന്നേക്കാട്, നേരിമംഗലം പ്രദേശങ്ങളിലെ കർഷകരടക്കമുള്ള ജനങ്ങൾക്കാണ്. മലയാറ്റൂരിൽ നിന്നും കോട്ടപ്പടിയിലൂടെയാണ് പുന്നേക്കാട് വരെ റോഡ് എത്തുന്നത്. പ്രദേശത്ത് വികസനം സാധ്യമാകുമെന്നതിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ ഇതിനെല്ലാം ഉപരി കോട്ടപ്പടി, പിണ്ടിവന പഞ്ചായത്തുകളിലെ ജനങ്ങൾ വന്യജീവി ആക്രമണങ്ങളിൽ നിന്നും വലിയൊരു ആശ്വാസം ലഭിക്കും എന്ന പ്രതീക്ഷയിലാണ്. ഇതേക്കുറിച്ച് പ്രദേശവാസികൾ ഇങ്ങനെ വ്യക്തമാക്കുന്നു. പിന്നെ ഈ റോഡ് വന്നാൽ ശരിക്കും ഏറ്റവും കൂടുതൽ ഗുണം കിട്ടുന്നത് കാർഷിക മേഖലയിലേക്കുള്ള ഈ വന്യമൃഗങ്ങളുടെ ആക്രമണം, ശല്യം, ഇതിനെ പ്രതിരോധിക്കാൻ നമുക്ക് കഴിയും. ഈ റോഡിൻ്റെ സൈഡിൽ എങ്ങനെയായാലും നാലുവരിപ്പാത ആയതുകൊണ്ട് അത് റോഡ് കവർ ചെയ്ത് വരാനുള്ള മൃഗങ്ങളുടെ ബുദ്ധിമുട്ട്, പിന്നെ സൈഡിലായാലും ഒരു സൈഡ് വാളുണ്ടാവും, ആ വാൾ കവർ ചെയ്ത് വരുന്നതിന് മൃഗങ്ങൾക്ക് ബുദ്ധിമുട്ടാകും. അങ്ങനെ നമ്മുടെ വന്യമൃഗങ്ങളുടെ ശല്യം കൃഷിയിടങ്ങളിലേക്ക് വരാതിരിക്കാൻ വളരെ സഹായകരമാകും. പിന്നെ കാർഷിക വ്യവസായങ്ങൾ തുടങ്ങാൻ നമുക്ക് ഈ അങ്കമാലി മുതൽ അല്ലെങ്കിൽ വേങ്ങൂർ മുതൽ ഏതാണ്ട് നേരിമംഗലം വരെ 1400 ഹെക്ടറോളം തോട്ടം തന്നെയുണ്ട്, തോട്ടം മേഖല തന്നെയുണ്ട്. ചെറുകിടമല്ല, വൻകിട തോട്ടങ്ങളുണ്ട്. ഈ 1400 ഹെക്ടർ സ്ഥലത്ത് ഈ റോഡ് വരികയാണെങ്കിൽ വ്യവസായം, അതായത് IT വ്യവസായമോ അല്ലെങ്കിൽ ആരോഗ്യ മേഖലയിൽ, അതുപോലെ വിദ്യാഭ്യാസ രംഗത്തൊക്കെ ഇഷ്ടംപോലെ സൗകര്യം, സ്ഥലം കിട്ടുന്നതുകൊണ്ട് ഇപ്പോഴത്തെ ഹൈവേയുടെ സൈഡിലൊന്നും സ്ഥലങ്ങൾ കുറവാണ്. അപ്പോൾ ഈ റോഡിൻ്റെ സൈഡിൽ ഇഷ്ടംപോലെ തോട്ടങ്ങളും സൗകര്യങ്ങളും എസ്റ്റേറ്റുകളൊക്കെ ഉള്ളതുകൊണ്ട് ഈ വരെയുള്ള കാര്യങ്ങളൊക്കെ കയറി വരാനുള്ള അല്ലെങ്കിൽ തുടങ്ങാനുള്ള സാധ്യത ഏറെയാണ്. നിർമ്മാണം പൂർത്തിയാകുമ്പോൾ ഇരുവശങ്ങളിലും ഉയരമുള്ള ബാരിക്കേഡുകൾ, കോൺക്രീറ്റ് കൊണ്ടുള്ള മതിലുകൾ എന്നിവ പൂർത്തിയാക്കും. ഇതോടെ ജനവാസ മേഖലയും വനപ്രദേശവും തമ്മിൽ ഒരു നിയന്ത്രണ രേഖ പോലെയായിരിക്കും നാലുവരിപ്പാതയുടെ സ്ഥാനം. പദ്ധതി പൂർത്തീകരിക്കാൻ വർഷങ്ങൾ വേണ്ടിവരുമെങ്കിലും പ്രദേശവാസികൾ ഏറെ പ്രതീക്ഷയിലാണ്. ന്യൂസ് ഡെസ്ക് KCB ന്യൂസ്.